ഹൂതികളെ പിന്തുണച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അദ്ദേഹം മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഹൂതികൾക്കുള്ള ഇറാന്റെ പിന്തുണയെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം. അമേരിക്കൻ സൈന്യത്തിന് എന്തൊക്കെ സാധിക്കുമെന്നത് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ്. ഞങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്തും സമയത്തും നിങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയുണ്ടായി. ഹൂതികൾ നടത്തുന്ന ഏത് ആക്രമണത്തിന്റെയും ഉത്തരവാദിത്തം ഇറാനാണെന്ന് കണക്കാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാർച്ചിലെ സമൂഹമാധ്യമ പോസ്റ്റും അദ്ദേഹം പിന്നാലെ പങ്കുവയ്ക്കുകയുണ്ടായി. ഹൂതികൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇറാൻ അടുത്തിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മാർച്ചിൽ അമേരിക്ക വ്യോമാക്രമണം ആരംഭിച്ചിരുന്നത്. ഹൂതികളെ ലക്ഷ്യമാക്കി ഇതിനോടകം തന്നെ 1000-ലേറെ കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത്. അതേസമയം തന്നെ ട്രംപ് ഭരണകൂടം ഹൂതികൾക്കെതിരെ പ്രചാരണം വളരെയധികം ശക്തമാക്കുന്ന നടപടിയായിരുന്നു പ്രധാനമായിട്ടും കൈക്കൊണ്ടിട്ടുള്ളത്. തുടർന്ന് സംയുക്ത ഓപ്പറേഷനാണ് ആരംഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് സൈന്യം അമേരിക്കൻ സേനയുമായി ചേർന്ന് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ വ്യോമാക്രമണം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. തലസ്ഥാനമായ സെനയ്ക്ക് തെക്ക് ഭാഗത്തുള്ള ഒരു കൂട്ടം കെട്ടിടങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണങ്ങൾ നടത്തിയതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കടലിൽ കപ്പലുകളെ ആക്രമിക്കാൻ ഹൂതികൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുവെന്നും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാർക്കോ സൈനികേതര അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നാശം സംഭവിക്കാത്ത വിധത്തിൽ വളരെ ശ്രദ്ധാപൂർവമായ ആസൂത്രണം നടത്തിയതെന്നും രാത്രിയിൽ വളരെ കൃത്യതയോടെയാണ് ബോംബുകൾ വർഷിച്ചതെന്നും ബ്രിട്ടീഷ് സൈന്യം നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതലും റോയൽ എയർഫോഴ്സ് ടൈഫൂൺ യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ യുദ്ധത്തിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ പാലസ്തീനികൾക്കൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഒരു സൈനിക ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരുന്നു. അന്താരാഷ്ട്ര കപ്പൽ പാതകൾക്ക് നിർണായകമായ 2 ജലപാതകളായ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും അവർ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകളെയും അതുപോലെ വാണിജ്യ കപ്പലുകളെയും ആവർത്തിച്ച് ആക്രമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇസ്രയേലിന് നേരെ മിസൈലുകളും പ്രയോഗിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടായിരുന്നു പ്രധാനമായിട്ടും ഹൂതികളുടെ കൈവശമുള്ള സമുദ്ര ഡ്രോണുകളും വെള്ളത്തിനടിയിലുള്ള ഡ്രോണുകളും നശിപ്പിച്ചും അവരുടെ കഴിവുകൾ തകർക്കാനും അമേരിക്ക കൂടുതലും ശ്രമങ്ങൾ നടത്തിയിരുന്നത്. അതേസമയം തന്നെ 2024 നിരവധി ഓപ്പറേഷനുകൾ ഉൾപ്പെടെ ഹൂതികൾക്കെതിരെ അമേരിക്കയുമായി ചേർന്ന് സംയുക്ത ആക്രമണങ്ങളിൽ ബ്രിട്ടൻ മുമ്പ് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചെങ്കടൽ ആക്രമണങ്ങൾ തടയുവാനായി അത്യപൂർവമായ ശക്തി ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ട്രംപിനൊപ്പം ബ്രിട്ടനും കൂടെ ആക്രമണത്തിനായി ചേർന്നതിനെ തുടർന്ന് ഹൂതികളും അവരുടെ പ്രതിരോധം ശക്തമാക്കിയിരിക്കുകയാണ്. ഹൂതികളുടെ കൂടുതൽ ആക്രമണങ്ങൾ തടയുക എന്നതാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് UK പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹീലി വെളിപ്പെടുത്തുകയും ചെയ്തു. ചെങ്കടലിലൂടെയുള്ള ഷിപ്പിംഗ് 55% കുറവ് പ്രാദേശിക അസ്ഥിരതയ്ക്ക് കാരണമായെന്നും ഇത് ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കാര്യമായി ബാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ച് 15-നായിരുന്നു ഓപ്പറേഷൻ റഫ് റൈഡർ എന്നറിയപ്പെടുന്ന ട്രംപ് തന്റെ പ്രചരണം ആരംഭിച്ചതിന് പിന്നാലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണങ്ങൾ കൂടുതലും നടത്തിയിരുന്നത്. എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവയെ ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു മാസം നീണ്ടുനിന്ന പ്രചാരണത്തിൽ 800-ലധികം വ്യക്തിഗത ആക്രമണങ്ങൾ നടത്തിയതായി അമേരിക്കൻ സൈന്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൂതികൾക്കെതിരെ അമേരിക്ക അതിശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും ഹൂതികൾ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന നിരവധി അമേരിക്കൻ ഡ്രോണുകൾ തീവ്രവാദികൾ വിജയകരമായി വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് ഹൂതി പോരാളികൾ നിസ്സാരക്കാരല്ലെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമാവുകയും ചെയ്തു. ഇത് ഓപ്പറേഷന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അമേരിക്കയുടെ ആത്മവിശ്വാസത്തെ തടസ്സപ്പെടുത്തിയെന്ന് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ എത്രയൊക്കെ ഭീഷണികൾ അമേരിക്ക മുഴക്കിയാലും അത് ഇറാന്റെ രോമത്തിൽ പോലും ഏൽക്കില്ല എന്നതാണ് നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യം. അങ്ങോട്ടൊരു യുദ്ധത്തിന് ഒരിക്കലും പോകില്ല. പക്ഷെ തിരിച്ച് തങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചാൽ വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്തുമെന്നാണ് ഇറാൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യവും. അതിനാൽ അമേരിക്ക കൂടുതൽ പ്രതിരോധം ഇറാനുമേൽ ഏർപ്പെടുത്താത്തതാണ് അമേരിക്കയുടെ നിലനിൽപ്പിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്.